ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന മുത്തശ്ശിയാണെങ്കിൽ ആഭരണങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കാണുകയാണ് അബി കാണുമ്പോൾ അബിയുടെ കണ്ണൊക്കെ തള്ളുകയാണ്. എന്നിട്ട് അബിയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇത് ഞാൻ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ആഭരണങ്ങളാണ് എന്ന്. അപ്പോൾ അബി പറയുകയാണ് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല മുത്തശ്ശി എന്നപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നീ നവ്യമോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വേണം നവ്യമോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നയനമോളെക്കാളും കൂടുതൽ ആഭരണത്തിന് ആഗ്രഹം നവ്യമോൾക്കാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് വേണം നവ്യമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനെന്ന്. അപ്പോൾ അബിയും പറയുന്നുണ്ടായിരുന്നു നവ്യയ്ക്ക് ആഭരണങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. നവ്യയ്ക്ക് സ്വർണ്ണം വാങ്ങിക്കൊടുക്കാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശി ഈ കാര്യം ചെയ്തത് എന്തായതുകൊണ്ട് നന്നായി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ടായിരുന്നു ഒരു ബ്രാഞ്ച് എന്നെ നോക്കാൻ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അതൊന്നും നടപ്പിലായില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തോന്നൊക്കെ മുത്തശ്ശൻ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് നിനക്ക് തരാൻ വേണ്ടി. അബി പറയുകയാണ് ഇതുവരെയും കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി അബിയുടെ അടുത്ത് പറയുകയാണ് നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായി ഇനി നിൻ്റെ പഴയ സ്വഭാവം ഒന്നും നീ എടുക്കരുത്. മുത്തശ്ശനെയും ആദർശനെയൊക്കെ നീ മാതൃക ആക്കണമെന്നിങ്ങനെ പറയുമ്പോൾ അബി പറയുകയാണ് മുത്തശ്ശനെ മാതൃക ആക്കാം അത് ഓക്കെ. ആദർശേട്ടനെ എന്ത് കണ്ടിട്ടാണ് മുത്തശ്ശി മാതൃക ആക്കാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായാലും ഈ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു തെറ്റ്? അങ്ങനെ ഒരു തെറ്റല്ലേ ആദർശേട്ടൻ ചെയ്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് നമ്മൾ കാര്യമറിയാതെ ആരെയും പഴിക്കാൻ പാടില്ല. ഇതിലൊക്കെ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നിൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊണ്ടെന്ന് പറഞ്ഞ് സ്വർണം അബിയുടെ കയ്യിൽ മുത്തശ്ശി ഏൽപ്പിക്കുകയാണ്. അബി ഇങ്ങോട്ട് വരുമ്പോൾ ജലജയാണെങ്കിൽ സ്വർണ്ണമൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നില്ല ഏതെങ്കിലും സ്വർണം കാണാതെ പോയ മുത്തശ്ശി എന്നെ കുറ്റം പറയത്തുള്ളൂ എന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം നിൻ്റെ ഭാര്യയുടെ മുഖം കാണണ്ടായിരുന്നു, ഇനി മുതൽ അവളുടെ മുഖം കാണണോ എന്ന്. അബി പറയുകയാണ് നവ്യ ഇങ്ങോട്ട് വരുന്ന ആദർശേട്ടനെ വാഴ്ത്താനല്ല, ആദർശേട്ടൻ്റെ മുഖത്ത് ചെളി വീഴുന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ഇനിയിപ്പോൾ നവ്യ വന്നാൽ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലായ ഈ കുടുംബത്തിൽ രണ്ടായിട്ട് തിരിയേണ്ടി വരുമെന്ന്. നവ്യ വരുന്നത് കൊണ്ട് നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ അബി പറയുമ്പോൾ ജലജ ചോദിക്കുകയാണ് നീ ആത്മാർത്ഥമായിട്ടല്ലേ നവ്യയെ സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊരു വലിയ തിരയുണ്ട്, അത് ആഞ്ഞടിക്കും ഒരു സമയം, അത് ഇത്രയും മാത്രം അമ്മ അറിഞ്ഞാൽ മതി എന്ന് അബി ജലജയുടെ അടുത്ത് പറയുകയാണ്. ഇപ്പം നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് മാത്രം അമ്മ അറിഞ്ഞാൽ മതി എന്ന് പറയണേ. പിന്നീട് ജലജയാണെങ്കിൽ ഒരു മാല അബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഇതിലേക്ക് വയ്യെന്ന് പറഞ്ഞ് വാങ്ങി അബി വയ്ക്കുകയാണ്. ഇത് നയനയാണ് കാണിക്കുന്നത്. നയന വിളക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് നയനയുടെ അടുത്ത് പറയണം മോൾക്ക് പോകാനുള്ളതല്ലേ ഞാൻ ശരിയായിക്കോളാം നീ മോൾ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ് അധികം ഒരുക്കമൊന്നും വേണ്ട, ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാനുള്ളതല്ലേ, ഇനി എങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ജലജ പറയുകയാണ് ഇവിടെ ഒരു കുട്ടിഭൂതം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മുത്തശ്ശി ചിന്തിച്ചെടുക്കുകയാണ് ചന്തുമോളെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. അപ്പോൾ മുത്തശ്ശി ജയജയോട് ചോദിക്കുകയാണ് ആ കുഞ്ഞിനെ നീ കുട്ടിഭൂതം എന്ന് വിളിക്കുകയാണെങ്കിൽ നിന്നെ പിന്നെ എന്തോന്നാണ് വിളിക്കേണ്ടതെന്ന് ഇങ്ങനെ മുത്തശ്ശി ജയജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നൂലിയേട്ടിന് നീ പോയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കനകയുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തുമൊക്കെ പറയാൻ ശ്രമിച്ചു എന്ന് നവ്യമോളെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ നയനയും പറയുന്നുണ്ടായിരുന്നു അതേ മുത്തശ്ശിയും അമ്മായിക്ക് സത്യങ്ങൾ വിളിച്ച് പറയാതിരുന്നപ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്ന്. അപ്പോൾ ജലജ പറയുകയാണ് ഞാൻ ഈ സത്യം ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ, നീയൊക്കെ ആയിരുന്നെങ്കിൽ അന്ന് തന്നെ ഇതൊക്കെ പുറത്താക്കുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ നയന പറയുകയാണ് അധികം സത്യമൊന്നും വിളിച്ച് പറയണ്ട, പറയാൻ നിന്നാൽ ഞാനും ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമെന്ന് നയനയും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ജലജയുടെ അടുത്ത് പറയുകയാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് പറയരുത്, പറഞ്ഞ മോളുടെ അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കരുത് എന്ന് ജലജയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണേ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ആദർശിൻ്റെ കൂടെയാണല്ലോ നയനമോൾ നിന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെയാണ് ജലജയ്ക്ക് കാണുന്നത് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ നയന പറയുകയാണ് ആദർശേട്ടനല്ലേ തെറ്റ് ചെയ്ത് ഞാനങ്ങ് ക്ഷമിച്ചോളാം എന്നിങ്ങനെ പറയണേ. അപ്പോൾ ജലജ പറയുകയാണ് ഇവളുടെ ഉന്നം ഇതൊന്നുമല്ല വേറെ എന്തോ ആണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ് എന്നാൽ പിന്നെ അപ്പച്ചി എൻ്റെ മനസ്സിലുള്ള ഉന്നം പറഞ്ഞിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ ജലജ പറയുകയാണ് ഞാൻ എന്തിനാണ് നിൻ്റെ മനസ്സിലുള്ള ഉന്നം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് ചന്തുമോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തശ്ശൻ അപ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് നവ്യയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ചന്തുമോളെ അവരുടെ മുമ്പിലേക്ക് ഇറക്കി വിടാനാണോ അച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അച്ഛനാണെങ്കിൽ ചന്തുമോളുടെ അടുത്ത് മോള് പോയി കളിച്ചോന്നിങ്ങനെ പറഞ്ഞു വിടാണ്. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് പറയണത് അത് ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും എന്ന്. മോളുടെ മുൻപിൽ വെച്ച് ഇങ്ങനത്തെ സംസാരമൊന്നും പാടില്ല ദേവയാനി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണേ എനിക്ക് മോളുടെ അടുത്ത് ഇപ്പോൾ പഴയതുപോലെ ദേഷ്യമൊന്നുമില്ല, ഞാൻ ന്യായമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ച അച്ഛാന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വസുന്ധര പറഞ്ഞത് കനകയും ഗോവിന്ദനും വരുമ്പോൾ ചന്തുമോളെ മറച്ചു നിർത്താമെന്നാണ്, പക്ഷേ എനിക്കതിൽ ന്യായം തോന്നുന്നില്ല എന്ന്. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ് എന്തായാലും വസുന്ധര പറഞ്ഞ കാര്യത്തോട് ഞാനും യോജിക്കുന്നു എന്ന്. പിന്നീട് മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അനഘേനെ പോയി കണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഞാനെന്തിനാണ് അവളെ പോയി കാണുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണെന്ന്.
അപ്പോൾ മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, നീ അനഘേനെ പോയി കാണണം, അപ്പോൾ നിനക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അനഘയ്ക്ക് ഒരു മാറാ രോഗമുണ്ടായിരുന്നു, അവൾ മരണപ്പെട്ടു എന്ന് ഡോക്ടർ വരെ വിധി എഴുതിയതാണ്. അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. പിന്നീടാണ് കോമ സ്റ്റേജിലായത്, സംസാരിക്കാൻ പറ്റാതെ ആയതും. അവൾക്കാണെങ്കിൽ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടിക്കാണെങ്കിലും ചന്തുമോളുടെ ചിരിച്ച മുഖം കാണുന്നതല്ലേ ആ കുട്ടിക്കും സന്തോഷമായിരിക്കും ഈ സമയത്ത്. അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയെങ്കിലും സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. ദേവേനി പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു സംഭവം അറിഞ്ഞതിൽ പിന്നെ ജലജയും ജാനകിയും കൂടി എന്നെ എൻ്റെ മകനെയും താറടിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവനെ താറടിക്കുക, അവനെ എന്തെങ്കിലും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ആദർശിനെ എൻ്റെ കൂടെയാണ് ഞാൻ നിർത്തുന്നത്. ആദർശ് ഇന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. എല്ലാ മക്കളെയും അവരുടെ അമ്മമാർക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. പക്ഷേ നിനക്ക് ഇതുവരെയ്ക്ക് നിൻ്റെ മോനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദേവയാനിയുടെ അടുത്ത് മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാ? അനഘ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അവൻ ഇതുവരെയ്ക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. എന്നോട് മാത്രമല്ല അനിയരോടും അവൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൻ ചന്തുമോളുടെ അച്ഛനാകുന്നതെന്ന് മുത്തശ്ശനോട് ദേവേനി ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഈ തറവാട് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന തറവാടാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുറുക്കൻ നിന്ന് കളിച്ചിട്ടുണ്ട്. ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കാം. അബിയല്ല ആദർശെന്ന് മനസ്സിലാക്കിക്കോ നീ. പിന്നീട് മുത്തശ്ശനോട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നവ്യയുടെ അബിയുടെയും കുഞ്ഞല്ലേ ഇവിടുത്തെ ആദ്യത്തെ പേരക്കുട്ടി അനന്തപത്മനാഭൻ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇല്ല, അത് ചന്തുമോൾ തന്നെയാണ്. ഞാൻ രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ് കൊടുക്കുന്നത്. നീ അവർ രണ്ടുപേരെയും ഒരുപോലെ തന്നെ കാണണം. പിന്നെ ബാക്കിയെല്ലാം നിൻ്റെ ഇഷ്ടം പോലെയെന്ന് മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കനകയാണെങ്കിലും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇനി എന്നാ മോനെ കാണാൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനൊക്കെ ഇപ്പോൾ എന്തൊക്കെ വഴികളുണ്ട് അമ്മേ? വീഡിയോ കോൾ വിളിക്കുക, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരികയൊക്കെ ചെയ്താലും കുഞ്ഞിനെ കാണാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്നെ അലട്ടുന്ന ഇതൊന്നുമല്ല, നമ്മളുടെ ഈ സന്തോഷം ഒരു നിമിഷം കൊണ്ട് തകരാനും മതി എന്നിങ്ങനെ പറയുമ്പോൾ, നീ എന്താ നവ്യ മോളെ ഇങ്ങനെ പറയുന്നതെന്ന് കനക ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യയുടെ അടുത്ത്. ഇപ്പോൾ അബീനെക്കാളും മോശക്കാരൻ ആദർശേട്ടനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. നയനേനെ പോലെ ഇങ്ങനെ ഒരു പെൺകുട്ടി എല്ലാം സഹിച്ചു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാക്കിയെന്ന് നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ്. കനക മോളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്ത് അവൾ സഹിച്ചു നിൽക്കും. എന്നാലും ഇത്രയ്ക്കൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലേ. കൂടുതൽ സഹിച്ചു കൊടുത്താൽ ചില ആളുകൾ തലയിൽ കയറിയിരുന്ന നരകം നമ്മുടെ. അവൾ ആദർശേട്ടനെ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആദ്യത്തെ സമയങ്ങളിൽ അവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആദർശേട്ടനെ അവൾ ജീവന് തുല്യം സ്നേഹിക്കുകയാണ്. അവൾ സ്നേഹിക്കുന്നത് പോലെയാണോ അയാൾ എനിക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കനകയ്ക്കാണെങ്കിൽ ഒരു സംശയമാണ്. കനക ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആദർശിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, നിനക്ക് ആദർശിൻ്റെ എന്തെങ്കിലും വെറുപ്പുണ്ടോ എന്ന്. നിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ആദർശിൻ്റെ നിനക്ക് എന്തോ വെറുപ്പുള്ള പോലെ തോന്നുകയാണ്. നയനമോളുടെ ആദർശിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ? നവ്യ പറയണേ, ഞാനിന്ന് തിരിച്ചു പോവുകയല്ലേ, ഇപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് നവ്യ പറഞ്ഞേക്കാണേ കനകയെ. അപ്പോഴേക്കും നവ്യ കൊണ്ടുപോകാനായിട്ട് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിരുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടല്ലോ, പക്ഷേ ആദർശിനെ മോനെ മാത്രം കാണുന്നില്ലല്ലോ എന്ന്. എന്താ ആദർശം വന്നില്ലേന്ന് ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അവന് നമ്മളോട് വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്ന്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അനന്തപുരിയിലെ ആദ്യത്തെ കൊച്ചുമോൻ ആദർശല്ലേ, അവനൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടുള്ള വിഷമത്തിലാണോ ഇന്നും ഇങ്ങോട്ട് വരാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയണേ, അതൊന്നും അല്ല, ആ വിഷമമൊന്നും കൊണ്ടല്ല അവൻ വരാത്തത്. പിന്നീട് കനകേരടുത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, നയന മുന്നിൽ പ്രസവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അഭി പറയുകയാണ്, അമ്മ വായി തോന്നി ഒന്ന് വിളിച്ച് പറയാതെ മിണ്ടാതെ ഇരിക്കുകയെന്ന്. നവ്യ അകത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഭിയാണെങ്കിൽ നവ്യയുടെ അടുത്ത് പോവുകയാണ്. അതിനുശേഷം അകത്തിരിക്കുമ്പോഴാണെങ്കിലും ആദർശിൻ്റെ കാര്യങ്ങളായിരുന്നു അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദർശ മോന് നൂലുകെട്ടിൻ്റെ അന്ന് എന്തോ വിഷമം ഉള്ളതുപോലെയൊക്കെ തോന്നി. ആദർശ മോന് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ദേവയാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ, അത് നിങ്ങൾക്ക് ഇവളുടെ അടുത്ത് ചോദിച്ചാൽ മതി നയനയുടെ അടുത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആദർശ മോന് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന്. അപ്പോൾ നയന പറയുകയാണ്, ആദർശേട്ടന് ഒരു വിഷമവും ഇല്ല, നമ്മളിപ്പോൾ നവ്യേച്ചിയെ കൊണ്ടുപോകാനല്ലേ വന്നത്, ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല എന്നിങ്ങനെ നയനെ ചോദിക്കുമ്പോൾ ഗോവിന്ദനും പറയണം, അത് ശരിയാണല്ലോ, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ കനകയെന്ന് പറഞ്ഞേക്കാണ് കനകയെ.
പിന്നീട് ജാനകിയും ജലജയും കൂടി ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ വരുന്നില്ലേ നവ്യനെ കൊണ്ടാക്കാൻ വേണ്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ വന്നാലേ ഇവർക്ക് ആ സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ചന്തുമോളെക്കുറിച്ച്. അതിനുള്ള ആവേശത്തിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, ഞങ്ങളും വരുന്നുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്കും ജാനകിക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി എന്താ പറയുന്നതെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയുകയാണ്, ഒന്നുമില്ല, ഇനി അങ്ങോട്ട് വരുമ്പോൾ കൊച്ചുമോനെ കളിപ്പിക്കാൻ അവിടെ ആളുകളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതാരാന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.